ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നനച്ചുള്ളിൻ്റെ രണ്ടാം ഭാഗം കേട്ടോ. അപ്പോൾ മറ്റേ റൂമത്തെ ഫുള്ള് കഴിഞ്ഞു. പിന്നെ ഇപ്പുറത്തെ റൂമിൽ നമ്മൾ ക്ലീൻ ചെയ്ത് കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക്, കൺമഷി അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ കേട്ടോ ഇതിലിട്ടക്കൽ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നല്ല സുഖമാണ്. ആദ്യമേ ഓളെ കസാല ഇട വെക്കും, ആദ്യമേ കയറിക്കാണ്ട് ഓളിങ്ങനെ ഓരോന്ന് ഇടലുടങ്ങും കേട്ടോ. അപ്പം ഞാൻ അവളോട് പറയുമ്പോൾ എന്നോട് അറിയുന്ന മേലക്കം വെച്ചുകൂടെ അറി അങ്ങനെയൊക്കെ. ഇത് ഫുള്ളൊന്നും ഞാൻ ഉപയോഗിക്കില്ല കേട്ടോ. അതിലൊന്ന് മാത്രമേ ഞാൻ അങ്ങനെ ഉപയോഗിക്കലുള്ളൂ. ബാക്കിയൊക്കെ വെറുതെ അങ്ങനെ ലിപ്സ്റ്റിക്ക് കാണുമ്പോൾ അങ്ങനെ വാങ്ങിക്കൂട്ടുന്നതാണേ. പിന്നെ അതേപോലെ തന്നെ കൺമഷി അതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ വേഗം കിട്ടാൻ വേണ്ടിയിട്ട് വാച്ചും അങ്ങനത്തെ അതിലെ വെക്കൽ കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ആക്കിക്കാണ്ട് പിന്നെ ഓരോന്ന് ഓരോ ഭാഗത്ത് കൈക്കാണ്ട് വെച്ചിട്ടോ. പിന്നെ അതേപോലെ തന്നെ ബ്രഷ് അതൊക്കെ ഓരോന്ന് എടുത്തുകാണ്ട് ചെയ്യുന്നതാട്ടോ. അപ്പോൾ അതൊക്കെ അതോ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചു. പിന്നെ അതിൻ്റെ അപ്പുറത്തില്ലാതാണ് ഓളെ ഇതൊക്കെ ഇട്ട് വെക്കണത് കേട്ടോ. ഓളം മുടിമണ്ണൊക്കെ ഇട്ട് വെക്കണത് അതൊക്കെ അതേപോലെ തന്നെ നമ്മൾ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഓരോന്ന് എടുത്തിട്ട് ഞാൻ ഒന്ന് സെറ്റാക്കി കണ്ടെടുക്കും. ഓൾക്കത് പറ്റൂല, ഇത് വേണമെന്ന് പറഞ്ഞാൽ അത് വേറെ ഇതാക്കും. അങ്ങനെയുള്ള കുറേ ഇതുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ നിന്നു. അതിൻ്റെ അടിയിൽ ഓരോന്ന് അവിടെ ചെയ്യണുണ്ട് കേട്ടോ. ബാഗൊക്കെ എടുത്തുകൊണ്ട് അതിക്ക് ഓളെ ടോയ്സൊക്കെ നിറച്ച് വെക്കുകയാണ്. ഇത് ഓളെ ടോയ്സ് വെക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഒരു കവറിലാക്കിക്കാണ്ട് ആ ഒരു ഭാഗത്ത് വെക്കും. അതൊക്കെ വെറുതെ വെക്കുകയാണ്. അതിൽ നിന്ന് എടുത്തുകാണ്ട് ഫുള്ള് നിലത്തന്നെ ആയിരിക്കും. പിന്നെ അവളോട് ഇങ്ങനെ പറയണത് പൊറുക്കിയിടേന്ന് പറയണം, അപ്പോഴാണ് അത് ഫുള്ള് പൊറുക്കിയിടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഓളെ ഇത് എന്താ റെഡിയാക്കൽ തുടങ്ങി കേട്ടോ. അപ്പം ഈ ബോക്സ് ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് എൻ്റെ മുട്ടായി കൊടുക്കലിന് ഇപ്പം 15 വർഷം മുന്നുള്ള ബോക്സാണ് കേട്ടോ. അപ്പം അതിലാണ് ഇപ്പം ഞാൻ അതിങ്ങനെ ഓരോ കള്ളികളായതുകൊണ്ട് നല്ല സുഖമാണ്. മാല ഒരു ഭാഗത്ത്, അതേപോലെ തന്നെ ഇങ്ങനെ ഈ ക്ലിപ്പുകൾ ഒരു ഭാഗത്ത്, അതൊക്കെ ഇങ്ങനെ ഇട്ടൊക്കെട്ടോ. അതുകൊണ്ട് നല്ലൊരു ഉപകാരമാണത്. അതുകൊണ്ട് അന്നൊക്കെ ഇങ്ങനത്തെ ബോക്സുകളാണല്ലോ മിഠായിക്കൊക്കെ. ഇങ്ങനെ ഓരോ ബോക്സുകളാണ് കൊടുത്തത്. ഇങ്ങനത്തെ ഒരു 3-4 കൊടുന്നീന് കേട്ടോ. ഇതിൽ ഒന്ന് മാത്രമേ അപ്പം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പം അതിൽ ഓളതൊക്കെ ഇങ്ങനെ ഇട്ടക്കിട്ടോ. അങ്ങനെ അതൊക്കെ ഫുള്ള് സെറ്റാക്കി കണ്ട് വെച്ചിട്ടോ. ഓളെ വാളയും മാലയും പിന്നെ ക്ലിപ്പുകളും അങ്ങനെ അതൊക്കെ അങ്ങനെ വേറെ വെച്ചു. പിന്നെ ഇത് കുറച്ച് വലിയൊരു ഐറ്റംസുകളാണുള്ളത്. അങ്ങനെ ഇതൊക്കെ സെറ്റായി കാണും. പിന്നെ അത് മോതിരം കേട്ടോ. ഓക്ക് നാട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ്. അപ്പോൾ അത് പാകമുണ്ടോ എന്നൊക്കെ നോക്കാം. ഒന്ന് നല്ല ലൂസാണ്, ഒന്ന് പാകാട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടോക്കിക്കാണ്ട് നിൽക്കുക. പിന്നെ അതൊക്കെ അതവിടെ മാറ്റി വെച്ചുകൊണ്ട് പിന്നെ ഈ ഗ്ലാസ് ഉണ്ടായിരുന്നു, അതിങ്ങനെ തുടച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ പുറത്തത്തെ കാഴ്ചകൾ ഇങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ അതങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ആ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിക്കാണ്ട് വേറെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടോ. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് ഇങ്ങോട്ട് എടുത്തപ്പോൾ മറ്റോൾ അവിടെ നിന്നുകാണ്ട് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ ആണത്. ഓളതാ ഓരോ വെറുതെ അങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. കാൽമേൽ ഷോക്സൊക്കെ ഇട്ടിരിക്കണം. അങ്ങനെ പിന്നെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് എല്ലായിടത്തും നല്ല ഒന്ന് തുടച്ചുകാണ്ട് പിന്നെ വാതിലൊക്കെ ഒന്ന് തുടക്കൽ തുടങ്ങിട്ടോ. അങ്ങനെ പിന്നെ വാതിലും എല്ലാം തുടച്ച് കഴിഞ്ഞു. ഇനി ഫാന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ റൂമിൽ. പിന്നെ ഇത് ആദ്യം തന്നെ ഞാൻ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ അലമാര. അതുകൊണ്ട് പിന്നെ അത് റെഡിയാക്കാനൊന്നുമില്ല. എല്ലാം നല്ല രീതിക്ക് മടക്കി കണ്ടത് ഫുള്ളിൻ്റെ ഡ്രസ്സുകൾ കേട്ടോ.
പിന്നെ ഇതിൽ പിന്നെ ബെഡ്ഷീറ്റുകളും അങ്ങനത്തതൊക്കെ കേട്ടോ. പിന്നെ ഓളെ ഉടുപ്പ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്തേക്കില്ല ഇതാട്ടോ. അപ്പം അതിന് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരാനും ഇതിനൊക്കെ നിന്നിട്ടോ. അങ്ങനെ പിന്നെ എല്ലായിടത്തും ഒന്ന് അടിച്ചു വരിക്കാണ്ട് ഇട്ടിട്ടോ. പിന്നെ എല്ലായിടത്തും ഒന്ന് അടിച്ചു വരിക്കാണ്ട് ഇതാക്കി പിന്നെ ഞാൻ തുടക്കൽ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേന് മൂമു അപ്പുറത്തൊക്കെ ഫാനൊക്കെ തുടങ്ങിയിരുന്നു കേട്ടോ. അങ്ങനെ 2 റൂമും ഫുള്ള് ക്ലീൻ ആക്കി അതിൽ ബെഡ്ഷീറ്റും ഒക്കെ വിരിച്ചിട്ട് അങ്ങനെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം പിന്നെ ഞാൻ അവിടെ നിർത്തിട്ടോ. പിന്നെ ഞാൻ വേറൊരു ദിവസമാണ്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കിച്ചണും അതേപോലെ തന്നെ ഫ്രിഡ്ജൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ. അപ്പം ഇനി ആ വിശേഷങ്ങളൊന്ന് കാണാം. അങ്ങനെ പിന്നെ ഫ്രിഡ്ജ് നന്നാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. അതാകണം ഫ്രിഡ്ജിൽ കുറേ സാധനങ്ങളുണ്ട്. കുറേ കവറിലൊക്കെ ആക്കിക്കാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ തക്കാളിയൊക്കെ അതുപോലെ കവറിൽ തന്നെ കണ്ട് വെക്കും കേട്ടോ. പിന്നെ എല്ലായിടത്തെ പോലെ തന്നെ കുറേ നമ്മളുണ്ടാക്കിയ ബാക്കിയും അങ്ങനെയെല്ലാം ഒക്കെ പിന്നെ എല്ലാം പുറത്തേക്ക് വെച്ചുകാണ്ട് പിന്നെ അതൊക്കെ ഒന്ന് കഴുകിക്കാണ്ട് പിന്നെ ഇതാക്കിട്ടോ. ഇവളും വന്നിക്കണം കേട്ടോ. അതുകൂടെ പിന്നെ ഓരോന്നും ഇങ്ങനെ സെറ്റാക്കലുണ്ട്. ഈ ആപ്പിളും ഇതൊക്കെ കവർ തന്നെ കാരണം അത് അതേപോലെ തന്നെ വെക്കുകയും ചെയ്യും. അപ്പം അങ്ങനെ തക്കാളിയൊക്കെ ഓരോ ഭാഗത്തേക്ക് അങ്ങനെ കവർന്നൊക്കെ എടുത്തുകാണ്ട് വെച്ചു. അതേപോലെ തന്നെ ഫ്രൂട്ട്സുകൾ ആ ഫ്രൂട്ട്സിൻ്റെ കൊട്ടയിലും എടുത്ത് വെച്ചു കേട്ടോ. ഇത് പിന്നെ അച്ചാറുകളാണ് കേട്ടോ. പിന്നെ സോസ്, നെയ്യ് അതൊക്കെയല്ലേ നമ്മളെ ഫ്രിഡ്ജിലുണ്ടാവുക. അങ്ങനെയല്ല ഓരോ സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇത് മറ്റേത് തേങ്ങയാണ് കേട്ടോ. പിന്നെ മൈലാഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ പോയപ്പോൾ ലിയക്ക് മൈലാഞ്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിച്ചതേനു കേട്ടോ. അപ്പോൾ മൈലാഞ്ചി ഉണ്ട്. അങ്ങനെ എല്ലാതും പിന്നെന്താ ഫ്രീസറും അതേപോലെ തന്നെ തായും ഒക്കെ നല്ലോണം തുടച്ചിക്കാണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ അങ്ങോട്ട് തന്നെ വെച്ചിട്ടോ. അപ്പോൾ റെഡിയാക്കി വെച്ചപ്പോൾ നല്ലൊരു നീറ്റ് ഉണ്ട് കേട്ടോ. മറ്റേത് കവറിലാക്കിക്കാണ്ട് ഇങ്ങനെ എളുപ്പം പണിക്ക് അങ്ങനെ ചെയ്യുന്നതാണ്. ചിലപ്പോൾ നല്ല രീതിക്ക് വെക്കുകയും ചെയ്യും. അങ്ങനെ പിന്നെ എല്ലാതും കിച്ചണിൽ നിന്ന് എല്ലാതും പുറത്തേക്ക് ഇങ്ങോട്ട് വെച്ചുകാണ്ട് നല്ലോണം സോപ്പും പൊടി ഇട്ടുകാണ്ട് ഉരച്ചിട്ടോ. ഉരച്ചുകാണ്ട് പിന്നെ നല്ലോണം ബ്രഷൊക്കെ എടുത്തുകാണ്ട് അങ്ങോട്ട് കഴുകിട്ടോ. അപ്പം തന്നെ നല്ല നിറട്ടോ. മറ്റേത് ഇങ്ങനെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതിൻ്റെ എണ്ണയും അങ്ങനെ തെറിച്ചിട്ട് നമ്മൾ ജസ്റ്റ് എന്നും എല്ലാ ദിവസവും തുടക്കും. അപ്പോൾ തുടച്ചാലും ഉണ്ടാവുമല്ലോ എണ്ണീൻ്റെയും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ ഇടയിൽ കഴുകുകയും ചെയ്യും. അപ്പം അങ്ങനെ ഗ്യാസിൻ്റെ അവിടെ തെറിച്ചതൊന്നും ചിലതൊന്നും പോണില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കുറേ കമ്പിച്ചണ്ടിട്ട് ഉരച്ചിട്ടൊന്നും പോണില്ല. അപ്പോൾ പിന്നെ അതവിടെ തന്നെ നിന്നോട്ടെ. ബാക്കിയുള്ളിടത്തൊക്കെ കഴിയണതൊക്കെ അങ്ങോട്ട് വേഗം ഉരച്ചുകാണ്ട് അങ്ങനെ നേരാക്കിട്ടോ. ഈ കൂടിൻ്റെ ഉള്ളും എല്ലാം ഒന്ന് റെഡിയാക്കിക്കണം കേട്ടോ. ആണല്ലോ ഇവിടെയൊക്കെ പാത്രം വെക്കാനും അതൊക്കെ ഞാൻ അരിയൊക്കെ ഇട്ടേക്കണതാട്ടോ. അങ്ങനെ എല്ലായിടത്തും ഒന്ന് ക്ലീനാക്കി അങ്ങനെ ഫുള്ള് കഴിഞ്ഞിട്ടോ. അങ്ങനെ നനച്ചുള്ളിപ്പണി റൂമുകളും കിച്ചണും അതേപോലെ തന്നെ ഫ്രിഡ്ജും എല്ലാം കഴിഞ്ഞിട്ടോ. ഇനി ഇല്ലത് ബാത്റൂമും മാത്രം. ബാത്റൂമും ഞാൻ അന്ന് കഴുകിട്ടോ. ഇത് പിന്നെ പച്ചക്കറിയൊക്കെ ഞാൻ ഇട്ടേക്കണതാട്ടോ. അങ്ങനെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.